ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് നമുക്ക് ഏത്തയ്ക്ക ഉപ്പേരിയുടെ വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇത്തിരി ലേറ്റ് ആയിപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓള് വേണം പ്രസ് ചെയ്യാൻ, എന്നാലും ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നലെ ഇടണമെന്നിരുന്നു, എഡിറ്റ് ചെയ്തതിൻ്റെ സമയം എല്ലാം കൊണ്ടാണ് ഇന്നിപ്പം വീഡിയോ ഞാൻ നൈറ്റിടുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്, അതായത് പച്ച ഏത്തയ്ക്ക. ഇത് വന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുത്തതിന് ശേഷം തൊലി പൊളിച്ചെടുക്കുക. ഇതിപ്പം പെട്ടെന്ന് പറിച്ചെടുത്ത ഏത്തയ്ക്കയാണ്, നല്ല കറയുള്ള ഏത്തയ്ക്കയാണ്. അല്ലാണ്ട് നമ്മളിപ്പം പറിച്ചിട്ട് 2 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറി കുറച്ച് പാടി കിട്ടും. ഇത് നല്ല കറയും അതുപോലെ ഇതിൻ്റെ തൊലി ഇളകി വരാൻ കുറച്ച് പാടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളഞ്ഞ് കഴുകി ഇതാണ്ട് ഇതുപോലെ തുടച്ച് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് വേണം, അതായത് കഴുകി തുടച്ച് നീറ്റാക്കി എടുത്തിട്ട് വേണം ഇത് അരിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കറയെല്ലാം വൃത്തിക്ക് കളഞ്ഞിട്ട് വേണം ഇത് അരിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതാണ്ട് ഇപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് അരിഞ്ഞിടുന്നത്. ഇതാണ്ട് ഈ ഒരു തിക്നെസ്സിന് വേണം അരിഞ്ഞിടാൻ, ഒരുപാട് കട്ടി കൂടാൻ പാടില്ല. എല്ലാ സൈഡും ഒരേ കട്ടിക്ക് വേണം അരിയാൻ. ഞാനിപ്പോൾ പിച്ചാത്തി കൊണ്ട് അരിയുന്നത്, മറ്റേ ആ മിഷനില്ല, ഇതുകൊണ്ടൊന്നും ഞാൻ അരിയുന്നില്ല. പിച്ചാത്തി കൊണ്ട് മാത്രം അരിയുന്നത്. എല്ലാ സൈഡും ഒരേ കട്ടിക്ക് വരുന്ന രീതിയിൽ ഒന്ന് അരിയാൻ ശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ മിഷൻ വെച്ച് അരിയുവാണെങ്കിൽ അതൊന്നുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അതപ്പോൾ നിങ്ങൾക്ക് എണ്ണയിലോട്ട് ഡയറക്റ്റ് അരിഞ്ഞിടാം. പിച്ചാത്തി കൊണ്ട് അരിഞ്ഞിടുന്നതുകൊണ്ട് ഞാൻ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് എണ്ണയിലിടുക. അത് മാത്രമല്ല, അരിയുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കറുത്ത കറ നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഏത്തയ്ക്കയിൽ കറയാവാൻ ചാൻസ് ഉണ്ട് പിച്ചാത്തി കൊണ്ട് അരിയുമ്പോൾ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ കറയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇവിടെ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ കറക്കാതിരിക്കാൻ ഒരു ചെറിയ നെല്ലിക്ക അളവിൽ പുളി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പുളി ചേർക്കുന്നതുകൊണ്ട് എണ്ണ പെട്ടെന്ന് കറക്കത്തില്ല, അതായത് എണ്ണയുടെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് മൂത്ത് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ മൂത്തതിന് ശേഷം ഞാനിവിടെ ഏത്തയ്ക്ക അരിഞ്ഞത് ഇടുന്നുണ്ട്. അമ്മയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ വിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് എണ്ണയിലോട്ട് അരിഞ്ഞിടുന്നില്ല, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഓരോന്ന് വീതം വേണം ഇടാൻ. ഡയറക്റ്റ് എണ്ണയിൽ അരിഞ്ഞിടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സമയക്കുറവ് വരുന്നത്. അല്ലാണ്ട് ഇതിപ്പം ഞാൻ അരിഞ്ഞതാണ്. ഇതിപ്പം അമ്മയാണ് വറുക്കുന്നത്, ഞാൻ അരിയുക, അമ്മ വറുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളൊരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇട്ടൊരു പകുതിയല്ല, ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട വെള്ളം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞാനിവിടെ 3 ഏത്തയ്ക്ക അരിഞ്ഞതാണ് ഇപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വറുക്കുന്ന സമയത്ത് എത്ര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നതെന്ന് ഞാൻ അപ്പം പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു സൗണ്ടും, അത്യാവശ്യം നല്ല രീതിയിലൊരു സൗണ്ടും, ചെറിയ രീതിയിലൊന്ന് പൊട്ടിത്തെറിക്കാനൊരു, അത് മീൻസ് ഇത്തിരി എണ്ണ ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതായത് എല്ലാ രീതിയിലും ഇത് ഉടയ്ക്കാൻ പാടില്ല, നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം, എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട്. ഈ ഒരു നൊരയൊന്ന്, അതായത് ഇങ്ങനെ വന്ന് തിളച്ച് ഒന്ന് അടങ്ങിയതിന് ശേഷം അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ നല്ലൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും ഇത് മൂത്തിട്ടുണ്ടോയെന്ന്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കായ എടുത്തിട്ട് മൂത്തിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതിയാകും. ഒടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൂത്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ബ്രൗൺ കളറാക്കാൻ പാടില്ല. ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങളിവിടെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് എണ്ണ വാർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഹോൾസ് ഉള്ള പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത്. അതാകുമ്പോൾ എണ്ണ അടിയിലോട്ട് ഒഴുകി പൊക്കോളും. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക, പെട്ടെന്ന് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് നല്ല കളറും ലാസ്റ്റ് എടുക്കുന്നത് അത്യാവശ്യം കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ വലിയൊരു ഇത് വെച്ചെടുത്താലും ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ഇവിടെ ചേർക്കുന്നുണ്ട്. അതും ഓരോന്ന് വീതം വിട്ടാണ് ചേർക്കുന്നത്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ ഒന്നിച്ച് ഇതിനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് വീതം ഇടുന്നത്. അതുപോലെ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ വാർത്തെടുത്താണ്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാനിത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ വേണം ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ഞാൻ ഒഴിക്കുന്നത്. അത് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഫസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർന്ന വെള്ളമാണ് ചേർത്തെങ്കിൽ ഇപ്പോൾ രണ്ടാമത് 1 ടേബിൾ സ്പൂണേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി ഉപ്പിൻ്റെ അംശം നമ്മുടെ എണ്ണയിലുണ്ടാകും. അപ്പോൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇത് വറുത്ത് കോരിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന പുളി എടുത്ത് മാറ്റാൻ പാടുള്ളൂ. നമ്മൾ കോരുമ്പോൾ പുളി വരുവാണെങ്കിൽ തിരിച്ച് നമ്മൾ അതിനകത്ത് തന്നെ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണ കറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വറുക്കുമ്പോൾ കായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനും പാടില്ല, ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ വറുത്തെടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കായും എടുക്കുന്നുണ്ട്. ഞാനിത് 3 ട്രിപ്പായിട്ടാണ് ഈ 2 കിലോ ഏത്തക്കയും വറുത്തെടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് എണ്ണ വറ്റിച്ചെടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഏത്തക്കയാണ്. നല്ല ടേസ്റ്റും നല്ല കളറും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ ജസ്റ്റ് ഒരു പത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു അത് കാറ്റ് കയറാത്തൊരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ബക്കറ്റിനകത്തോ ഇട്ട് വെക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയാണേ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. താങ്ക്